ദൈവത്തിന് മഹത്വം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സഹോദരിയാണ് മറിയ. ബെഥാനിയിലെ മറിയയുടെ സവിശേഷതകളെ പറ്റി നമുക്ക് ചിന്തിക്കാം. ജെറുസലേമിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ബെഥാനി. നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ സഹോദരങ്ങളിൽ ഒരാളാണ് മറിയ. യേശുവുമായി നല്ല സുഹൃത്ത് ബന്ധം പുലർത്തുന്ന കുടുംബമാണ് ഇവരുടേത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 3 സഹോദരങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബമാണ് മറിയയുടേത്. യേശു കുടുംബത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നതായും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അനേക സവിശേഷതകൾ അടങ്ങിയ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു മറിയ. എന്നാൽ നമ്മുടെ ഒന്നാമത്തെ സവിശേഷത ദൈവവചനത്തോടുള്ള താല്പര്യം. എങ്ങനെയാണ് വചനത്തോട് താല്പര്യം ഉണ്ടാകുന്നത്? ഏതൊരു വ്യക്തിക്കും ഒരു കാര്യത്തിൽ താല്പര്യം ഉണ്ടാകണമെങ്കിൽ, ഇഷ്ടപ്പെടണമെങ്കിൽ അതിനായി ആദ്യത്തെ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം. നമുക്ക് എങ്ങനെയാണ് പണ്ടത്തെ ഓൺലൈൻ മീറ്റിങ്ങിൽ വന്ന് അത് ഇഷ്ടമായത് എന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞത്? ആദ്യം അറ്റൻഡ് ചെയ്തു, അത് നല്ലതാണെന്ന് നമുക്കത് അനുഭവപ്പെട്ടു. പിന്നെയും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ഇത് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുമെന്ന് ഉള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നു. അത് വളരെ അധികം താല്പര്യവുമായി ജീവിതത്തിൽ അനുഭവിച്ച് നമ്മൾ അറിഞ്ഞു. ഇതുപോലെ തന്നെയാണ് ദൈവവചന പഠനവും. കൂടുതൽ പഠിക്കും തോറും മുൻപോട്ട് പോകുവാനുള്ള ധൈര്യവും ആശ്വാസവും കൂടുതൽ അറിയാനുള്ള താല്പര്യവും നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ഒരു ജീവിതമായിരുന്നു മറിയയുടേത്. ദൈവവചനത്തിന്റെ സത്യവും നല്ല അംശം തിരഞ്ഞെടുത്താൽ തനിക്ക് ലഭിക്കുന്നതായ നന്മകളും സന്തോഷവും ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള ഉപദേശങ്ങളും പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒറ്റപ്പെടലുകളും പരാതികളും വരുമ്പോൾ തളർന്നു പോകാതെ ഇതിനെയെല്ലാം അതിജീവിക്കുവാൻ ദൈവിക ആലോചന ആവശ്യമാണ് എന്നുള്ള സത്യം പൂർണ്ണമായും യുവതിയായ മറിയ വിശ്വസിച്ചിരുന്നു. ആർക്കും അപഹരിക്കുവാൻ കഴിയാത്ത ഈ വലിയ സമ്പാദ്യം വചനത്തിൽ കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന സത്യം മനസ്സിലാക്കി അതിനായി പ്രവർത്തിച്ച മറിയ യേശുവിന്റെ വാക്കുകളെ മറന്നുപോകാതെ അത് ഉള്ളിൽ സംഗ്രഹിച്ചത് കൊണ്ടാണ് സഹോദരൻ സുഖമില്ലാതിരുന്നിട്ടും അസുഖം കൂടിയപ്പോഴും മരിച്ച സമയത്തും താമസിച്ചു വന്ന യേശുവിനെ സ്വീകരിക്കുവാൻ ഓടിച്ചെന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി നമുക്ക് പുറകാലെ ചിന്തിക്കാം. പ്രിയ എൻ്റെ കൂട്ടുകാരെ, നമ്മുടെ ദൈവ വചനം പഠിക്കാം, അത് അനുസരിക്കാം, പൂർണ്ണമായും അതിൽ നമുക്ക് വിശ്വസിക്കാം. ഹോസിയ പറയുന്നത് പോലെ 4:6 പറയുന്നത് പോലെ പരിജ്ഞാനമില്ലായ്കയാൽ നമ്മൾ നശിച്ചു പോകരുത്. അതിനെ ത്യജിച്ചാൽ ദൈവം നമ്മളെയും ത്യജിക്കും. ദൈവവചനത്തെ മറന്നു കളഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെയും മാത്രമല്ല നമ്മുടെ മക്കളെയും മറക്കുവാനായിട്ടിടയാകും. അതുകൊണ്ട് കേൾക്കുന്ന വചനത്തെ വളരെ ശ്രദ്ധയോടെ കൈക്കൊള്ളുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പ്രിയരെ. അതിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കട്ടെ. മറിയ യൗവനകാലത്ത് തിരഞ്ഞെടുത്ത ആ നല്ല അംശം നമുക്കും തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. സാംസ് 12:6 അതെ, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങൾ ആണ്. നിലത്ത് ഉലയിലുരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. ഇതിനെ കാത്തു സൂക്ഷിച്ച് തന്റെ ജീവിതത്തെ മനോഹരമാക്കി തീർത്ത മറിയയുടെ ഈ സവിശേഷതയെ കൈക്കൊള്ളുവാൻ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ദൈവിക വചനത്തോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിച്ചു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മറിയയുടെ സഹോദരിയായ മാർത്തയെയും ദൈവം വളരെയധികം സ്നേഹിച്ചിരുന്നു. എന്നാൽ അവളുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു. ആ നല്ല അംശത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവളിൽ ഇല്ലായിരുന്നു. മറ്റുള്ള എല്ലാ ശുശ്രൂഷകളിലും അവൾ നന്നായി ചെയ്തു കാണും. എന്നാൽ ദൈവം എന്താണ് ആഗ്രഹിച്ചത്, പിടിക്കേണ്ടത് അവൾ മുറുകെ പിടിച്ചില്ല. പരാതി പറയുവാൻ തുടങ്ങിയപ്പോൾ യേശു വളരെ സ്നേഹത്തോടെ അവളോട് പറയുന്ന കാര്യം, നീ ഈ ലോകത്തിലുള്ള പലതിനെയും ചൊല്ലി വിലപിക്കുകയും ശരീരത്തിന് ആവശ്യമായ ജോലി ചെയ്യുവാൻ താല്പര്യപ്പെടുമ്പോൾ, അതുകൊണ്ട് നിന്റെ ശരീരം മനസ്സും ഒരുപോലെ ക്ഷീണിച്ച് നീ എൻ്റെ അടുക്കൽ വന്ന് പരാതി പറയുമ്പോൾ, നിന്റെ ആത്മാവിനെ
സന്തോഷിപ്പിക്കുന്നതായ ആ നല്ല അംശം നീ മറന്നു കളഞ്ഞു മാർത്തേ. നമ്മളോടും ദൈവത്തിന് പറയുവാനുള്ളത് ഇത് തന്നെയാണ് പ്രിയരെ. നമ്മുടെ പരാതികളുമായി ദൈവസന്നിധിയിൽ ചെല്ലുവാൻ കാരണം ദൈവവചനത്തിന് മുൻപിൽ സമയം ചെലവഴിക്കാത്തത് കൊണ്ടാണ്. വചനം നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഈ ലോകം നിങ്ങൾക്ക് സമാധാനം തരികയില്ല, ധൈര്യപ്പെടുവീൻ. എങ്ങനെയാണ് നമ്മൾ ധൈര്യപ്പെടേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഭയപ്പെടാതിരിക്കേണ്ടത്? ദൈവം നമ്മളോട് സംസാരിക്കുന്നതായ വചനം ആഴത്തിൽ മനസ്സിലാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ അറിവാലെ എൻ്റെ ഹൃദയം നിറയ്ക്കണമേ. ഒരു സഹോദരി തൻ്റെ പാതയെ നിർമ്മലമാക്കുവാൻ ദൈവപ്രമാണത്തെ മുറുകെ പിടിക്കേണ്ടതായ ആവശ്യമുണ്ട്. ഈ ദൈവിക ശബ്ദം ശ്രേഷ്ഠദാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് ഈ സത്യവചനം എത്തിക്കുവാൻ നമ്മൾക്ക് ഒന്നിച്ചു പ്രവർത്തിക്കാം പ്രിയരെ. ദൈവവചനം ജീവനും ശക്തിയുമാണ്, സൽപ്രവർത്തികൾ ചെയ്യുവാൻ സന്തോഷം തരുന്നതാണ്, എന്ന് നിലനിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയ മറിയയുടെ ഈ സവിശേഷതയെ നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിന് മാത്രം മഹത്വം. ആമേൻ.